സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കണ്ടന്റ് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിനെ ബേസ് ചെയ്ത്. ന്യൂസിൽ എല്ലാവരും കണ്ടു കാണും. ഒരു 2 ആഴ്ച മുമ്പത്തെ ന്യൂസാണ്. DYSP, കേരള പോലീസ് DYSP ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസിന് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിന് ശേഷം ഇതുവരെയായിട്ടും അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഒരു മീഡിയാസിലോ ഒരു സ്ഥലത്തും അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ, കയ്യിൽ പൈസ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പദവിയിലിരുന്ന അവർക്കെല്ലാം ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. കാരണം ഈ ഒരു DYSPയുടെ കേസ് മാത്രമല്ല, വേറെയും ഉണ്ട്. സെലിബ്രിറ്റീസിന്റെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഉൾപ്പെടെ ഒരാളെ ഇടിച്ച് കൊല്ലാൻ നോക്കിയ കേസ് ഉൾപ്പെടെ പല സെലിബ്രിറ്റീസിന്റെ പേരിലും ഉണ്ട്. പക്ഷെ അവർക്കെതിരെ ഒരു തരത്തിലുള്ള ആക്ഷനും ഇതുവരെയും ഒരു തരത്തിലുള്ള ആക്ഷനും അത് എടുത്തിട്ടില്ല. പേരിന് വേണ്ടി അവരെ അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. നമുക്കെന്തായാലും ആദ്യം ആ DYSPയുടെ വീഡിയോ ഒന്ന് കാണാം. മദ്യപിച്ച് ലെക്ക് കിട്ടുന്ന നടു റോഡിൽ പോലീസ് ഏമാന്റെ അഭ്യാസം. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ആണ് മദ്യപിച്ച് അപകടകരമായ ഔദ്യോഗിക വാഹനം ഓടിച്ചത്. അനിലിനെ ജാമ്യത്തിൽ വിട്ടു. വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, ഗുഡ് മോർണിംഗ്. അത്രയും അപകടകരമായ രീതിയിലായിരുന്നു ഈ വാഹനം ഓടിക്കൽ. ഏമാന്റെ വിശദീകരണം എന്തെങ്കിലും ലഭ്യമാണോ? ഇന്നലെ രാത്രിയാണ് ഈ നമ്മുടെ എറണാകുളത്ത് നിന്ന് ചേർത്തലയ്ക്കുള്ള ദേശീയപാതയിൽ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ DYSP ആയ അനിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ യാത്ര. ഈ വാഹനത്തിന്റെ പോക്ക് ഒരു മോശമായ രീതിയിൽ പോകുന്നത് കണ്ട് നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇതിന്റെ പേരിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതിന് ശേഷം ഒരു തരത്തിലുള്ള അപ്ഡേറ്റും, പുള്ളിക്കാരന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, പുള്ളിക്കാരനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അങ്ങനത്തെ ഒരു ന്യൂസും അതിനുശേഷം വന്നിട്ടില്ല. പുള്ളിക്കാരൻ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ടാണോ ഇവർക്കെതിരെ കേസെടുക്കാത്തത്? ഇത് നേരെ തിരിച്ചിട്ട് സാധാരണക്കാരനായിരുന്നെങ്കിലും ഉറപ്പായിട്ടും അവന്റെ ലൈസൻസ് ഉൾപ്പെടെ എത്ര നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കേസ്, അതായത് DYSP ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ് നിയമസഭയിൽ വരെ ചർച്ച ചെയ്ത ഒരു കേസാണ്. റെക്കോർഡ് ബ്യൂറോ DYSP എറണാകുളത്ത് നിന്ന് ഒരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്നൊരു യാത്രയുണ്ട് സാർ. അതൊരു സവാരിയല്ല, ഒരു 1.5 സവാരി ഗിരിഗിരിയ. ഇയാൾ പൂർണ്ണമായി മദ്യപിച്ചിട്ട് ഇയാൾ വണ്ടി ഓടിക്കുകയാണ്. ഇത് കണ്ട് നാട്ടുകാരും പത്രക്കാരും പരാതിപ്പെട്ട് ഈ DYSPയെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് അറിയില്ലത് DYSP ആണെന്ന്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ SHO ഇയാളെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ കുറ്റം ചെയ്തത് DYSP ആണ്. മദ്യത്തിന്റെ പൂർണ്ണമായ ലഹരിയിലായിരുന്നു സാർ അവർ. സാർ, ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം ഇവിടെ ശക്തമായിട്ട് തുടരുകയാണ് സാർ. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നവരെ ഒരു തരത്തിലുള്ള നടപടിയും പുള്ളിക്കാരന്റെ പേരിൽ എടുത്തിട്ടില്ല. തീർന്നിട്ടില്ല. ഇതുപോലെ തന്നെയാണ് സെലിബ്രിറ്റീസിന്റെ കാര്യം. അതായത് മലയാള സിനിമയിലുള്ള സെലിബ്രിറ്റീസ്, അവര് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്താലും ഒരാളെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചാലും ഇതൊക്കെ നിസ്സാര കേസാണ്. ഇവിടെ സാധാരണക്കാരന് മാത്രമേ ഇവിടുത്തെ ലോ പേടിക്കേണ്ടതുള്ളൂ. കയ്യിൽ കുറച്ച് പൈസയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും. അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് നടൻ ഗണപതിക്കെതിരെ കേസ്. എറണാകുളം കളമശ്ശേരി പോലീസ് നടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമിത വേഗതയിൽ സഞ്ചരിച്ച വാഹനം പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഗണപതി മദ്യപിച്ചതായി കണ്ടെത്തുകയായിരുന്നു. മുസ്തഫ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ആലുവ ഭാഗത്ത് നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ വാഹനം കടന്നു പോകുന്നത് പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്നാണ് കളമശ്ശേരി പോലീസ് റോഡിലിറങ്ങി ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. ഇത് ഒന്നാമത്തെ കേസ്. ഇത് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. ഇതുപോലെ 2-3 കേസുണ്ട്, അതെല്ലാം ഞാൻ ഇവിടെ വയ്ക്കാം. ഇത് ഒരൊറ്റ കേസ് മാത്രമാണ്. ഇവന്റെ, അതായത് ഈ ഗണപതിയുടെ ലൈസൻസ് ഒന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടയച്ചു. അടുത്തൊരു ക്ലിപ്പിംഗ് കാണിക്കാൻ പോകുന്നത് സിനിമാ നടൻ ബൈജുവിൻ്റെയാണ്. എല്ലാവരും കണ്ടുമാണ് ഈ വീഡിയോ. ഞാൻ അത് പ്ലേ ചെയ്യാം. നടൻ ബൈജു മദ്യലഹരിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രി തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തസാമ്പിൾ നൽകാൻ ബൈജു തയ്യാറായില്ല. തുടർന്ന് മദ്യത്തിന്റെ ഗന്ധമുണ്ടെന്നും പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്നും കാട്ടി ഡോക്ടർ പോലീസിന് മെഡിക്കൽ റിപ്പോർട്ട് നൽകി. മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് മ്യൂസിയം പോലീസ് ബൈജുവിനെതിരെ കേസെടുത്തു. ആ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചു. അപകടത്തിന് തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തി ഞങ്ങളുടെ പ്രതിനിധി സലാം ഹൈദ്രോസ് ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ഇതാണ് അടുത്തൊരു വീഡിയോ. ഇതിൽ പുള്ളിക്കാരൻ വന്ന് പറയുന്ന കേട്ടല്ലോ, വണ്ടി ആകുമ്പോൾ തട്ടിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിന് ശേഷം പിന്നെ പുള്ളി വന്ന് സോറിയൊക്കെ പറഞ്ഞു, ഓക്കെ ഫൈൻ. പക്ഷേ വൈദ്യ പരിശോധനയ്ക്ക് ഒന്നും പുള്ളിക്കാരൻ ബില്ലിംഗ് അല്ലായിരുന്നു. എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ സമ്മതിക്കാത്തത്? അതൊന്നും അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഇനിയും തീർന്നിട്ടില്ല. ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം. ശ്രീനാഥ് ഭാസിയുടെയാണ് ആ വീഡിയോ. ബൈക്ക് യാത്രക്കാരനെ കാറടിച്ച് നിർത്താതെ പോയതിന് കാർ ഓടിച്ച നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ കേസ്. കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ്. ഈ അപകടത്തിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ കാര്യാലയത്തിന് മുന്നിൽ നടന്ന അപകടത്തിൽ മട്ടാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫാഹിമിന് സാരമായി പരിക്കേറ്റിരുന്നതാണ്. ഇടിയിൽ തകർന്ന് റോഡിൽ വീണ കാറിന്റെ മിറർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ശ്രീനാഥ് ഭാസിയാണ് ഈ കാർ ഓടിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ വാഹനമായിരുന്നുവെന്നും തിരിച്ചറിഞ്ഞത്. അപകട സമയത്ത് പകർത്തിയ ദൃശ്യങ്ങൾ ആദ്യം കാണാം. കൊച്ചി കോർപ്പറേഷൻ ഓഫീസ് ഗേറ്റ് നേരെ മുമ്പിൽ തന്നെ ഇതാണ് ആ പാട്. നമ്മൾ ഈ റോഡ് ചേർന്ന് പോണേരുന്ന് അവർ ആ സൈഡിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇടിച്ചിട്ട് നിർത്താണ്ട് പോയേക്കണം. ഇതാണ് എന്നെ ഇടിച്ച വണ്ടീൻ്റെ റൈറ്റ് സൈഡിലെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിലുള്ള മിററിൻ്റെ സാധനം ഇപ്പോൾ പ്രൂഫായിട്ടുള്ളത്. ഇതിനുശേഷം സംഭവിച്ചത് എന്താണ്? ജീവിത വരുമാനം പോലും നിലച്ച് 1 മാസത്തിലേറെ കിടപ്പിലായിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ മുഹമ്മദ് ഫാഹിം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുകയാണ്. ശ്രീനാഥ് ഭാസി ഓടിച്ച കാർ തെറ്റായ ദിശയിലൂടെ വന്നാണ് തന്റെ ബൈക്കിൽ ഇടിച്ചത്. ചികിത്സാ ചെലവടക്കം നയാ പൈസ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നുമാണ് ഫാഹിം വ്യക്തമാക്കുന്നത്. കണ്ടില്ല, ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആ ആക്സിഡന്റ് സംഭവിച്ച ആളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു തരത്തിലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനോ ഒരു രീതിയിലുള്ള എഫേർട്ടും അവർക്കിട്ടില്ല. ആ ആക്സിഡന്റ് സംഭവിച്ച ആളൊക്കെ ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്നതാണ്. അതിൽ കാണിക്കുന്ന പോലെ ആ മിററൊക്കെ ഈ ഇടിച്ച ആൾക്കാർ തന്നെ, അതായത് ഇടിച്ച ആക്സിഡന്റ് പറ്റിയ ആൾക്കാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചതാണ് തെളിവായിട്ട്. എന്നിട്ട് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ശ്രീനാഥ് ഭാസിയാണെന്ന് തെളിഞ്ഞപ്പോൾ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടു. ആരെയോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മാസം പുള്ളിക്കാരൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ശ്രീനാഥ് ഭാസിയുടെ. അല്ലാതെ വേറെ ഒരു നടപടി ഈ 1 മാസമൊക്കെ എന്ത് കണക്കാണെന്തോ. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നുള്ളൂ. അതും കൂടെ എന്തായാലും നിങ്ങൾ കാണണം. ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ കൊച്ചി നഗരത്തിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൊച്ചി MG റോഡിൽ സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. നടന്മാരായ അർജുൻ അശോക്, സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ ആണ് പരിക്ക്. നടന്മാർ സഞ്ചരിച്ച കാർ സമീപം നിന്ന ഡെലിവറി ബോയിയെയും ബൈക്കിനെയും ഇടിച്ചു തെറിപ്പിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ചേസിംഗ് സീൻ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് സെൻട്രൽ പോലീസ് കേസെടുത്തു. ഇപ്പൊ കണ്ട വീഡിയോ ഇല്ല, അത് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഏതോ ചേസിംഗ് സീൻ എടുക്കാൻ വേണ്ടി അവർ അനുമതി എടുത്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ അവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ടില്ല. ആരാണ് അവിടെ വണ്ടി ഓടിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല. അവിടെ നിന്നവരുടെ പ്രതികരണം എടുത്തപ്പോൾ അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നതായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം ഒരുപാട് ക്രൂ മെമ്പേഴ്സ് കാണും, ഷൂട്ട് ചെയ്യാൻ ആളുകൾ കാണും, ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ കാണും. ഇത് രാത്രിയാണെങ്കിൽ പോലും കൊച്ചിയാണ് സ്ഥലം. കൊച്ചിയിൽ നൈറ്റ് ലൈഫാണ് കൂടുതലും. അപ്പോൾ അവിടെ റോഡിൽ എന്തായാലും തിരക്ക് കാണും. ആരും അവിടെ ഈ ട്രാഫിക് നിയന്ത്രിച്ചിട്ടില്ല. സിനിമ റിലീസായിട്ടുണ്ട് റൊമാൻസ്. പക്ഷെ ഇതുവരെ ആ വണ്ടിക്കകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ആരാണ് ആ വണ്ടി ഓട്ടിച്ചതെന്നോ ഒരു രീതിയിലും ആർക്കും മനസ്സിലാകത്തില്ല. അവിടെ പറയുന്നു ചേസിംഗ് സീൻ എടുത്തതാണ്, അനുമതി ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അവിടെ നിന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷൂട്ടിംഗ് നടന്നതായിട്ട് അവർക്ക് തോന്നുന്നേ ഇല്ല. അവിടെ ആർക്കെതിരെയും കേസും എടുത്തിട്ടില്ല, ആരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇവിടെ കയ്യിൽ പൈസയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നിയ മാസമാണെങ്കിലും കാണിക്കാം. സാധാരണക്കാരുടെ കാര്യമല്ല, ഞാൻ പിന്നെയും പറയുന്നു, പൈസയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നല്ല രീതിക്കുണ്ടെങ്കിൽ ഇവിടെ എന്ത് രീതിക്കുള്ള കളിയും നടക്കും. ഇനിയും ഇഷ്ടം പോലെ എക്സാമ്പിൾസ് കാണിച്ചിടാൻ പറ്റും. നിങ്ങൾക്ക് ഇനി യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ കിട്ടും. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നിയമ നടപടികളൊന്നും അവർക്ക് ബാധകമല്ലാത്ത രീതിയിലുള്ള ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ പറ്റും.